GST നിരക്ക് പരിഷ്കരണം ചർച്ച ചെയ്യാൻ നിർണായക കൗൺസിൽ യോഗം ദില്ലിയിൽ ചേരും. തുണിത്തരങ്ങൾ, സിമന്റ്, പാക്കറ്റിലാക്കിയ ഭക്ഷണം തുടങ്ങിയവയുടെ നിരക്ക് കുറയ്ക്കാൻ സാധ്യത. എന്നാൽ പരിഷ്കരണത്തിൽ ആശങ്ക അറിയിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ രംഗത്തെത്തി. സംസ്ഥാനങ്ങളുടെ നഷ്ടം നികത്താനും കേന്ദ്രം പദ്ധതി തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ടു. PR സുനിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുനിൽ, ഇന്നത്തെ ചർച്ചയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകും? ഒപ്പം പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ അതേത് രീതിയിൽ പരിഹരിക്കും? 2 ദിവസത്തെ GST കൗൺസിൽ യോഗമാണ് ഇന്ന് ദില്ലിയിൽ ആരംഭിക്കാൻ പോകുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ GST നിരക്കുകളിൽ വലിയ പരിഷ്കരണ നടപടികളാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് GST സ്ലാബുകളിൽ 12% നികുതിയും 28% നികുതിയും എടുത്തു കളയുക എന്നതാണ്. നിലവിൽ 12% നികുതിയുടെ പരിധിയിൽ വരുന്ന 93% ഉൽപ്പന്നങ്ങളും 5% നികുതിയിലേക്ക് മാറും. അതുപോലെ തന്നെ 28% നികുതി ഈടാക്കുന്ന ഉൽപ്പന്നങ്ങൾ 18% നികുതിയിലേക്ക് മാറും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് അവശ്യ സാധനങ്ങളുടെ അടക്കം വില കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരെ സഹായിക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. അപ്പോഴും ഈ GST നിരക്കുകളിൽ സ്ലാബുകളിൽ വരുത്തുന്ന മാറ്റം വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കും എന്നതായിരുന്നു ചോദ്യം. അതിനായി 40% ഒരു പുതിയ നികുതി സ്ലാബ് കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരുകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ ഈ പരിഷ്കരണ നടപടികൾ കൊണ്ടുവരുമ്പോൾ സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകും. കാരണം സംസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത് GSTയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്. അപ്പോൾ അതിൽ കുറവുണ്ടാകുന്നത് സംസ്ഥാനത്തെ വികസനത്തെ ബാധിക്കും. അതുകൊണ്ട് ആ നഷ്ടം എങ്ങനെ നികത്തും എന്നതാണ് സംസ്ഥാനങ്ങൾ ചോദിക്കുന്നത്. ഒന്നുകിൽ ഈ 40% നികുതിയിൽ ഉൾപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക സെസ് ചുമത്താനുള്ള ഒരു അവകാശം നൽകുക. അതല്ല എങ്കിൽ 5 വർഷത്തേക്ക് സംസ്ഥാനങ്ങളുടെ നഷ്ടം നികത്തുന്നതിന് ഒരു പദ്ധതി തയ്യാറാക്കുക. നേരത്തെ 2017 GST കൊണ്ടുവന്നപ്പോൾ അങ്ങനെ 5 വർഷത്തേക്ക് സംസ്ഥാനങ്ങളുടെ നഷ്ടം നികത്തുന്നതിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ ഒരു തീരുമാനമെടുക്കുക എന്നതാണ് ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.